ഹലോ കൂട്ടുകാരെ, നോവാക്കി ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈനലി നമ്മുടെ BGMൽ വരാനിരിക്കുന്ന 3.8 അപ്ഡേറ്റിന്റെ ഫൈനലായിട്ടുള്ള ബീറ്റ 3 വേർഷൻ വന്നിട്ടുണ്ട്. ഇത് ബീറ്റയുടെ ബാച്ച് ആയിട്ടുള്ള ഫൈനൽ 3 അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ അപ്ഡേറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീറ്റയിൽ ഫൈനൽ അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ സ്പോണലിലേക്ക് എത്തിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോണലിൻ്റെ ഇൻ്റർഫേസ് കാണാൻ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ശരിക്കും നമ്മൾ നേരത്തെ ഒരു ആടിൻ്റെ ശില്പവും പിന്നെ അതേപോലെ തന്നെ ഒരു ട്രെയിനൊക്കെയാണ് നേരത്തെയുള്ള അപ്ഡേറ്റുകൾ കണ്ടത്. എന്നാൽ ഇതെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റാച്ചു സെൻറ്ററിൽ വന്നിട്ട് ഒരു ട്രെയിനും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് സെറ്റപ്പൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇനി ഒരുപാട് മാറ്റങ്ങൾ ഇതുവരെ വരുത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് വഴിയെ വീട്ടിലേക്ക് നോക്കാം. നമ്മുടെ ഫ്ലൈറ്റ് ആനിമേഷൻ പഴയതുപോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ജസ്റ്റ് ട്രെയിനിന് സ്റ്റീം വരുമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ ടെക്സ്ചർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആനിമേഷൻ തന്നെയാണ്. നമ്മുടെ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൈൻസ് ടെക്സ്റ്റേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഈ ഒരു വെള്ള ലൈനായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ ട്രാക്ക് എന്ന് പറയുന്നത്. അതിൽ കൂടെ പോകുന്ന ഈ ഒരു മഞ്ഞ പുള്ളികളാണ് ശരിക്കും ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫ്ലൈറ്റ് പോകുന്ന പാതിന് അപ്പുറവും ഇപ്പുറമായിട്ട് B1 ആൻഡ് B2 എന്ന് കൊടുത്തേക്കുന്നതാണ് നമ്മുടെ മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് 2 മെയിൻ ഇവൻ്റാണ് ഉള്ളത്, ബാക്കി 4 മിനി ഇവൻറ്റും. ഇതിൽ B1 ഉം B2 ആണ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെയിൻ ഇവൻ്റായിട്ടുള്ള B1 തന്നെ ഇറങ്ങാം. നമ്മുടെ ഇവൻറ്റിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഇവൻറ്റിലോട്ട് ലാൻഡ് ആവുന്ന നേരത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. 3 ഫാക്ടറി ഉണ്ട്. ഇപ്പോൾ 3 ഫാക്ടറിയിൽ നിന്ന് ഇതേപോലെ പുക വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തനിയെ കണ്ട ഒരു എയർ ബലൂണ് അതിവിടെ ഉണ്ട് കേട്ടോ. ഒരു 4 ഹോട്ട് എയർ ബലൂണുണ്ട് 4 സ്ഥലത്തായിട്ട്. ഈ ഒരു സ്ഥലത്തിനകത്തോട്ട്, അത് ഈ ഒരു ഇവൻറ്റിനകത്തോട്ട് വരുമ്പോൾ ഒരു ഓട്ടോമൻ സീസൺ ഫെയിലാണ് തരുന്നത്. ഒരു മഞ്ഞ കളറിലുള്ള ഒരു എങ്ങനെ പറയാൻ, വൈകിട്ട് ഒരു ഈവനിങ് ടൈമിലൊക്കെ നമ്മുടെ സണ്ണി ഷെയ്ഡ് വരത്തില്ല, അങ്ങനത്തെ രീതിയിലാണ് കാണുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഈ ഒരു സ്റ്റാച്ചു നടുക്ക് നമ്മൾ സ്പോണലിൻ്റെ കണ്ടതായിരുന്നു, ഇപ്പോൾ ആണെങ്കിൽ റൊട്ടേറ്റ് ആവുന്നുണ്ട്. തൊട്ടടുത്തുള്ള സ്റ്റാച്ചു വയലിൻ വായിക്കുന്നുണ്ട്. അത് കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ അങ്ങനെ 4 സ്റ്റാച്ചുവാണുള്ളത്. ഈ 4 സ്റ്റാച്ചുവും ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ പിന്നിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലൊരു ക്രേറ്റ് ഉണ്ട്. ഈ ഒരു ക്രേറ്റ് നിങ്ങൾ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ജയൻ പോർഷൻ എന്നൊരു സാധനം കിട്ടും. ഈ ഒരു പോർഷൻ എന്തായാലും കളക്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ മെയിൻ സെൻട്രൽ ബിൽഡിങ്ങിൻ്റെ അകത്തായിട്ട് ഒരു ലിഫ്റ്റ് ഉണ്ട്. ഈ ഒരു ലിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ സാധാരണ ഇവിടെ നടുക്കൊരു പെട്ടി ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് ആ ഒരു പെട്ടി കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ഒരു സാധനവും ഇല്ല. പകരം ഈ ഒരൊറ്റ ക്ലോക്കിൻ്റെ ഡോർ മാത്രം തുറന്ന് കിടപ്പുണ്ട്. ഈ വിൻഡോ കൂടെ താഴോട്ട് നിങ്ങൾ ചാടാൻ നേരത്ത് നിങ്ങൾക്ക് പാരഷൂട്ടിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലൈഡർ യൂസ് ചെയ്ത് സേഫായിട്ട് ഇതേപോലെ താഴേക്ക് ലാൻഡ് ആവുന്നതാണ്. ഇത് നമുക്ക് കഴിഞ്ഞ ഇവൻ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ നമുക്കിത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ഗ്ലൈഡർ എന്തുമാത്രം യൂസ്ഫുൾ ആണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കൂട്ടുകാരെ. ഇവൻറ്റിനുള്ളിൽ തന്നെ റാൻഡമായിട്ടുള്ള ചില ക്രേറ്റുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതുപോലെ ഒരു ഗ്യാസ് ഹൂക്കും അതുപോലെ തന്നെ റീഫിൽ ചെയ്യാനുള്ള ഒരു സിലിണ്ടറും കിട്ടുന്നതാണ്. നേരത്തെയൊക്കെ നമുക്ക് നമ്മുടെ ഗ്യാസ് ഹൂക്ക് യൂസ് ചെയ്തുകൊണ്ട് ചാടുമ്പോൾ നമുക്ക് ബിൽഡിങ്ങിൻ്റെയൊക്കെ ടോപ്പിൽ പോയി ലാൻഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നമുക്ക് അങ്ങനെ മേളിൽ ലാൻഡ് ആവാൻ പറ്റത്തില്ല. അവിടെ ഒരു ഇൻവിസിബിൾ വാൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹൂക്ക് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു പുതിയ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു റൊട്ടേഷനിടയിൽ ഏതെങ്കിലും ഒരു എനിമി പെട്ടുപോയി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡെഡ് ആവുന്നതാണ്. നമ്മുടെ ഇവൻറ്റിൻ്റെ മുകളിലായിട്ടുള്ള ആ ഒരു ബലൂണ്, ആ ഒരു എയർ ബലൂണിൻ്റെ മേലെ കയറാൻ പറ്റുമെന്ന് ഹൂക്കിട്ട് നോക്കുകയാണ്. അത് കയറാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബലൂണിൻ്റെ മേലെ വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ഇവൻറ്റിൻ്റെ ടോപ്പിൽ ഇരുന്നിട്ടുള്ള ഒരു നല്ല വ്യൂ ഒക്കെ കിട്ടുന്നതാണ്. ഈ ഹൂക്ക് യൂസ് ചെയ്ത് മേലെ എത്തിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം എനിമീസിനൊക്കെ അടിക്കാവുന്നതാണ്. ഈ 3.8 അപ്ഡേറ്റിൽ ഈ ഒരു ബലൂണും ഈ ഒരു ഹൂക്കും ഒക്കെ എന്തുമാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സിനെ പറ്റി അപ്ഡേറ്റിനെ പറ്റി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഇവൻറ്റിന് ഏതെങ്കിലും ഒരു ഹൈറ്റുള്ള ലൊക്കേഷനിൽ നിന്ന് ഇതുപോലെ താഴെ വീണ് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡെഡ് ആവുന്നതാണ്. ശേഷം നമുക്ക് ഇവിടുന്ന് ഓട്ടോ റീകോൾ കിട്ടുന്നതാണ്. നമുക്ക് എക്സ്ട്രാ റീകോളൊന്നും നമുക്ക് ഈ ഒരു ഇവൻറ്റ് അവൈലബിൾ അല്ല. ഒറ്റ റീകോൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ കാണുന്നൊരു ഓപ്ഷൻ അടിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ട്രെയിനിൻ്റെ ഒക്കെ ചിഹ്നങ്ങൾ കൊടുത്തതിനും കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഇവിടെ എത്രയൊക്കെ സ്റ്റേഷൻസ് ഉണ്ട്, ഏതൊക്കെ സ്റ്റേഷനിൽ എപ്പോഴൊക്കെയാണ് ട്രെയിൻ വരുന്നത്, അതിൻ്റെയൊക്കെ ഷെഡ്യൂൾഡ് ടൈം കാര്യങ്ങളെ പറ്റിയാണ് നമ്മുടെ ഈ ഒരു ഇടത്തെ സൈഡ് ലിസ്റ്റ് കാണിച്ചേക്കുന്നത്. ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും സ്റ്റേഷനിൽ എത്ര മണിക്ക് ട്രെയിൻ വരും, എപ്പോഴൊക്കെയാണ് ഡിപ്പാർച്ചർ, എപ്പോഴൊക്കെയാണ് അറൈവൽ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു ഫ്യൂച്ചർ എന്തുമാത്രം യൂസ് ആവുമെന്നുള്ളതിനെ പറ്റി കമൻറ്റ് ചെയ്യുക കൂട്ടുകാരെ.
ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോകാനായിട്ട് പോകുന്നത് നമ്മുടെ മിനി ഇവൻറ്റിലേക്കാണ്. നമ്മുടെ മിനി ഇവൻറ്റിലേക്ക് പോയി കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് കാണാൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെയും നമ്മൾ മെയിൻ ഇവൻറ്റിൽ കണ്ടുപോലെ തന്നെ 2 ചെറിയ ഫാക്ടറികളുണ്ട്, അതിൻ്റെ സെൻട്രലായിട്ട് ഒരു വലിയ ഫാക്ടറിയും. അപ്പോൾ നമ്മുടെ മിനി ഇവൻറ്റ് കാണാൻ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ മിനി ഇവൻറ്റിനകത്ത് എൻ്റർ ആയി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ടുള്ള ഒരു ഓവർവ്യൂ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു മിനി ഇവൻറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ഥലങ്ങളിലായിട്ട് വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗ്ലൈഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്നതാണ്. നല്ല രസമാണ് ഇവിടെ വന്ന് നിങ്ങൾ ഗ്ലൈഡ് ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഇതേപോലെ പോകും പോലെ ഇതേപോലെ ഒരുപാട് രീതിയിൽ ഗ്ലൈഡ് ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മിനി ഇവൻറ്റിലുള്ള മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ മെഷീനാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും എഴുതി കാണിക്കുക, ജി പ്ലീസ് വെയർ ഫുൾ ഔട്ട്ഫിറ്റ് ബിഫോർ ടേക്കിംഗ് എ ഫോട്ടോ. അതായത് നിങ്ങൾ ഒരു ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് ഫോട്ടോ എടുക്കത്തുള്ളൂ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പാച്ച് അപ്ഡേറ്റ് 3 ആണെങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു മെഷീൻ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീനും ഉടൻ തന്നെ ഫിക്സ് ആക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഔട്ട്ലുക്ക് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മുടെ മിനി ഇവൻറ്റിൻ്റെ ഓരോ കോർണറിൽ ഇതുപോലെ റാൻഡമായിട്ടുള്ള ചില പെട്ടികളുണ്ട്. ഈ ഒരു പെട്ടികളൊക്കെ നിങ്ങൾ ഇതേപോലെ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സീക്രട്ട് ക്രേറ്റ് കിട്ടുന്നതാണ്. ഇതേപോലത്തെ ക്രേറ്റുകൾ പലയിടത്തായിട്ടുണ്ട്. അവിടെ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഗ്യാസ് കുക്കിൻ്റെ സിലിണ്ടറും ലൂട്ടുകളും കിട്ടുന്നതാണ്. നമ്മുടെ മിനി ഇവൻറ്റിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗോൾഡൻ കളർ ഷോപ്പുണ്ട്. ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഇതുപോലത്തെ എനർജി ഡ്രിങ്കുകൾ കിട്ടുന്നതാണ്. ഈ ഒരു ഡ്രിങ്ക് എന്തിനുള്ളതാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, പക്ഷേ വഴിയെ എന്താണെന്നുള്ളത് ഇതിനെ പറ്റി അറിയിക്കാം. തൊട്ടപ്പുറത്തായിട്ട് വേറൊരു ചുവന്ന കളറിൽ ഒരു മനുഷ്യൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സാധാരണ രീതിയിലുള്ള നമ്മുടെ ഷോപ്പിലെ ലൂട്ടുകളും കാര്യങ്ങളും പിന്നെ അതിലെ ഹൂക്കും അതിനുള്ള ഗ്യാസ് ഗിയറും അതേപോലെ സ്റ്റീം ടോക്കണൊക്കെയാണ് കിട്ടുന്നത്. അപ്പം ഈ ടോക്കണൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പം സാധാരണ രീതിയിലുള്ള ലൂട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പെട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു 3 ബോക്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു 3 ബോക്സ് എന്തിനുള്ളതാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതും വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂട്ടുകാരെ, നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജയൻ പോർഷനെ പറ്റിയാണ്. അത് നമ്മുടെ ഗ്രനേഡ്സിലോട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു വലിയ ടൈറ്റൻ ഫോമിലേക്ക് മാറുന്നതാണ്. നിങ്ങൾ ടൈറ്റൻ ഫോമിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ 3 പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതേപ്പറ്റി ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ടൈറ്റൻ ഓടുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. പുള്ളിക്ക് വെള്ളത്തിൽ കൂടെ നടക്കാൻ സാധിക്കുന്നതാണ്. വെള്ളത്തിൽ കൂടെയും നമുക്ക് ഈ ഒരു ടൈറ്റനെ റൺ ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻസിലെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. നമുക്ക് ആദ്യത്തെ ജമ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു റെഡ് മാർക്ക് വരുന്നതാണ്. നമ്മൾ അവിടേക്ക് ലോങ് പ്രസ് ചെയ്ത് ചാടിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇതേപോലെ ജമ്പ് ആവുന്നതാണ്. നമ്മുടെ ടൈറ്റൻ്റെ ഹൈറ്റ് കണ്ടോ കൂട്ടുകാർ, നമ്മുടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പാർട്ട്മെൻറ്റിലൊക്കെ ക്യാമ്പ് ചെയ്തിരിക്കുന്നവർ ഇവിടെ നിന്ന് തന്നെ സുഖമായിട്ട് അടിച്ചിടാവുന്നതാണ്. ഇനി അടുത്തത് വേറൊരു ജമ്പ് കാണിച്ചു തരാം. ഈ ഒരു ജമ്പ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കൂ കൂട്ടുകാരെ. ഇതിലുണ്ടാകുന്ന ഷോക്ക് വേവ് ആ ഒരു ബിൽഡിങ്ങിലുള്ള മുഴുവൻ എനിമീസിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ടൈറ്റൻ്റെ സെൻറ്ററിൽ ഇതുപോലൊരു വെള്ള ബാർ കാണുന്നതാണ് ടൈറ്റൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. കൂട്ടുകാരെ, അടുത്ത് നമ്മുടെ ടൈറ്റൻ പഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷോക്ക് വേവ് ഇതുപോലെ പോകുന്നതാണ്. ടൈറ്റൻ്റെ പൊക്കം നോക്കിയ ഗൈസ്, അതാണ് അടിപൊളി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ അപ്പാർട്ട്മെൻറ്റ് നിറഞ്ഞു നിൽക്കും. ഇതുപോലെ ജമ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഈ അപ്പാർട്ട്മെൻറ്റ്സിൽ ഒളിഞ്ഞിരിക്കുന്ന എനിമീസിനെ കൊല്ലാവുന്നതാണ്. ഇവിടെ ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന സാധനമാണ് നമ്മുടെ ടൈറ്റൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡ്യൂറേഷൻ തീർന്നു കഴിഞ്ഞാൽ ഇതേപോലെ ടൈറ്റൻ ഫോം മാറി നോർമലായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ കൂൾ ഡൗൺ ടൈം എന്ന് പറയുന്നത് ഏകദേശം 90 സെക്കൻഡാണ്. ഈ ഒരു കൂൾ ഡൗൺ ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അതേ ബട്ടണിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈഡ് ടൈറ്റൻ ഫോമിലേക്ക് മാറാവുന്നതാണ്. അടുത്ത ഈ ഒരു ടൈറ്റൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് എനിമീസ് ആയിട്ട് എപ്പോഴും അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഫയർ അധികം കൊള്ളാൻ നോക്കുക കൂട്ടുകാരെ. അറിയാതെ പോലും നിങ്ങൾക്ക് ഒരുപാട് ഡാമേജ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ നോർമലായിട്ടുള്ള ഫോമിൽ വരുന്നതാണ്. അടുത്തതായിട്ടുള്ള ഈ ഒരു ഹൂക്കാണ്. ഈ ഒരു ഹൂക്കും വെച്ച് നിങ്ങൾ ആരും ഡയറക്റ്റായിട്ട് എനിമി അപ്രോച്ച് ചെയ്യരുത്. കാരണം ഹൂക്ക് എടുത്ത് ബാഗിലേക്ക് തിരിച്ച് വയ്ക്കാനായിട്ട് നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പം അത് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക കൂട്ടുകാരെ. ഈ ടൈറ്റൻ ഫോം ഇഷ്ടമായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക കൂട്ടുകാരെ. നിങ്ങൾക്ക് അതിന് എന്ത് ഫീച്ചറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഏത് മാപ്പിലായിരുന്നു നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ടയർ ഇവിടെ ഉള്ളത് കാണാനായിട്ട് സാധിക്കും. 5 ടോക്കൺ കൊടുത്ത് ഈ ഒരു ടയർ കളക്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ടയർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വണ്ടിയുടെ നിങ്ങളുടെ ഒരു ടയർ ഡാമേജ് ആയി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ആ ഒരു ടയർ റീപ്ലേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ വന്നിട്ട് ഇതേപോലെ റിപ്പയർ കൊടുത്തു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു ടയർ എടുത്ത് ഇതേപോലെ ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. 8 to 10 സെക്കൻഡാണ് ഈ ഒരു ടയർ ഫിറ്റ് ചെയ്തെടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. അത്രയും കഴിയുമ്പോഴത്തേനും പുതിയൊരു ടയർ പോലെ വരുന്നതാണ്. ഇത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നിങ്ങൾക്ക് പിന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് ഈസി ആയിട്ട് തന്നെ പോകാവുന്നതാണ്. നമ്മുടെ ട്രെയിനിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പെട്ടിയുള്ളത് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഒരു മെയ്സ് പോലെയാണ് തോന്നിയത്. ഇത്തവണ തുറന്നിട്ട് ഈ കാണുന്ന ഒരു ഗോൾഡൻ കളറായിട്ടുള്ള ഒരു സാധനം കണ്ടോ. ഈ ഒരു ഗോൾഡനിൽ റൊട്ടേറ്റ് ആവുന്ന ഈ 3 കീയും നമ്മൾ ഒരേപോലെ പ്രസ് ചെയ്ത് കൊണ്ടുവരണം. അത് ആ ഗോൾഡൻ പീസസ് 3 ഒരേപോലെ അലൈൻഡ് ആയിട്ട് വരണം. അങ്ങനെ
അങ്ങനെ അലൈൻഡായിട്ട് വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സെറ്റപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ലൂട്ട് കിട്ടുന്നതാണ്. കറക്റ്റായിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റീം കോയിനും മറ്റ് ലൂട്ടുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മുടെ മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് നമ്മുടെ BGMAയിലും വരാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ 3.8 അപ്ഡേറ്റിനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു സൂൺ ഗൈസ്. I don't really ever feel at home on my own in the zone. That's the only way I know. Feeling low, about to blow.